Hi all, I'm Naina Narayanan, Assistant Professor in English, and this is SIMS Education Center Malappuram. I'm going to deal with the paper Social History of England and the History of English Literature. So, before we begin the paper, we can just discuss about the history of English literature. A history of English literature is simply a chronological order of books written in the English language, and every book takes us to the main man behind it, of whose genius it is a product. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു കാലക്രമമായിട്ട് വന്നിട്ടുള്ള ഒരു ഓർഡറിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി വരുന്നത്. അതുപോലെ തന്നെ ഓരോ വർക്കും എന്ന് പറഞ്ഞാൽ ഓരോ വർക്കും ആ വർക്കിൻ്റെ പിന്നിലുള്ള ആ എഴുത്തുകാരൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. മീൻസ് അദ്ദേഹം എത്രത്തോളം ജീനിയസ് ആണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഔട്ട്കം ഓഫ് ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ആ ഒരു എഴുത്തുകാരൻ്റെ ചിന്തയുടെയും ഫീലിങ്സിൻ്റെയൊക്കെ ഒരു ഔട്ട്കം ആണെന്നാണ് പറയുന്നത്. In the history of English literature, therefore, attention should be given to the personalities of the men by whom it has been made. അപ്പോൾ നമ്മൾ എന്താ പറയുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഒരു റൈറ്റർക്കാണ്, ആ റൈറ്ററിൻ്റെ പേഴ്സണാലിറ്റിയാണ്. It is concerned with the value of the particular contribution which each writer has made to literature. നമ്മൾ ഓരോ റൈറ്ററും നമുക്ക് ലിറ്ററേച്ചറിൽ തന്നിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷനാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകേണ്ടത്. A writer impresses upon his age and among those who follow him influence their thought and style. അപ്പം ഒരു റൈറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ഏജിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു റൈറ്ററിൻ്റെ എഴുത്തിൻ്റെ ആ ഒരു രീതി അനുസരിച്ചായിരിക്കും പിന്നീട് പിൻഗാമികളായിട്ട് വരുന്ന എഴുത്തുകാരൊക്കെ ഫോളോ ചെയ്യുന്നത്. ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് ആയിരിക്കും. In this way, schools are formed and are movements initiated. അപ്പോൾ അതുപോലെയാണ് ഇങ്ങനെയുള്ള സ്കൂൾസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ളത്. The principal objective of the history of English literature is to trace the progress of English literature through all its transformation from age to age. അപ്പം ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഏജിലും ലിറ്ററേച്ചറിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ thus it becomes a record of individual works and forces which shapes them. അപ്പോൾ എന്താണ് അതൊരു എന്താ പറയുക, ആ വർക്കിൻ്റെയൊക്കെ ഒരു ഇൻഡിവിജ്വൽ റെക്കോർഡാണെന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ വർക്ക്സിൻ്റെയൊക്കെ ഒരു റെക്കോർഡാണ് എന്താ പറയുക ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. History of English literature is not only an account of work done by separate English writers but an account of a great body of literature. കാരണം ഓരോ റൈറ്ററിൻ്റെ എഴുത്ത് എന്നുള്ളതല്ല, ഒരു ഗ്രേറ്റ് ബോഡി ഓഫ് ലിറ്ററേച്ചർ ആണ് എന്ത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഒരു എഴുത്തുകാരനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല, ഒരുപാട് എഴുത്തുകാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. മിയർ ഇംഗ്ലീഷ് ഹിസ്റ്ററി ഈസ് ഇംഗ്ലണ്ട്സ് ബയോഗ്രഫി. അപ്പം ഈ ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലണ്ടിൻ്റെ ബയോഗ്രഫിയാണ്. അതുപോലെ തന്നെ ലിറ്ററേച്ചർ ഇസ് ദ ഓട്ടോബയോഗ്രഫി. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഓട്ടോബയോഗ്രഫി ആണെന്നാണ് പറയുന്നത്. The study of the history of English literature is the revelation of the mind and spirit of the English people. അപ്പം ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ മൈൻഡ് ആൻഡ് സ്പിരിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു റെവലേഷനാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് എന്ത് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഫസ്റ്റ് യൂണിറ്റ്, ദ ഏജ് ഓഫ് ചോസർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിഫോർ ചോസർ. So, the introduction. The historians of English language feel that it grew out of the Anglo-Saxon in the 14th century. അപ്പോൾ ആംഗ്ലോ-സാക്സൺ പീരീഡോടുകൂടി 14th സെഞ്ച്വറിയിലാണ് ഇതിൻ്റെ ഒരു ബിഗിനിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. ഇൻ ദ പ്ലേസ് ഓഫ് ദ വേർഡ് ആംഗ്ലോ-സാക്സൺ ഓൾഡ് ഇംഗ്ലീഷ് ഈസ് യൂസ്ഡ്. അപ്പോൾ ആംഗ്ലോ-സാക്സൺ എന്നുള്ള പേരിന് പകരം അവിടെ ഓൾഡ് ഇംഗ്ലീഷ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദ സെയിം വേ എ നാച്ചുറൽ ചേഞ്ച് ഹാസ് ഒക്കേർഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു നാച്ചുറൽ ചേഞ്ച് നമ്മുടെ ഒരു ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വന്നിട്ടുണ്ട്. Instead of Anglo-Saxon literature, an early form of English literature which dated even before Chaucer. അപ്പം ആംഗ്ലോ-സാക്സന് പകരം അതിനും കുറേ കാലം മുന്നേ തന്നെ, ചോസറിനും കുറേ കാലം മുന്നേ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ തുടക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ ഓൺ ദ കോണ്ടിനെൻറ്റ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിൽ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകൾ വന്നപ്പോൾ ആ ഒരു ഹിസ്റ്ററി മീൻസ് അന്ന് തൊട്ട് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിഫോർ ദ കോൺക്വസ്റ്റ്. ദ ആംഗ്ലോ-സാക്സൺ പോയട്രി ബിഫോർ ദ കോൺക്വസ്റ്റ് ഹാസ് ബീൻ പ്രിസർവ്ഡ്. അപ്പം ഈ ഒരു അങ്ങനെയുള്ള ആ ഒരു പിടിച്ചടക്കൽ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ആംഗ്ലോ-സാക്സൺ പോയട്രി ഒക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ എപ്പിക് ബിയോവൂൾഫ് ഓഫ് വിച്ച് ഇസ് ദ ഓതർഷിപ്പ് ഇസ് സ്റ്റിൽ എ കോൺട്രവേഴ്സി. ഈ ബിയോവൂൾഫ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഇംഗ്ലീഷ് പോയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പോയാണ് ഈ ബിയോവൂൾഫ് എന്ന് പറയുന്ന പോയം എന്ന് പറയുന്നത്. പക്ഷേ അത് എഴുതിയിട്ടുള്ളത് ആരാണെന്നുള്ളത് ഇപ്പോഴും ഒരു കോൺട്രവേഴ്സിയാണ്. മീൻസ് അത് ഒട്ടും ക്ലിയർ അല്ല. ബട്ട് ഇറ്റ് ഈസ് പ്രോബബ്ലി ഫ്രം ദ ബലാഡ്സ് ഓഫ് ദ ആൻസിസ്റ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഡെൻമാർക്ക് ആൻഡ് സ്വീഡൻ. പക്ഷേ ഇത് എന്താ പറയുക, ഈ ഡെൻമാർക്കിലെയും സ്വീഡനിലുള്ള ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകളുടെ നാടൻപാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് ഈ ബിയോവൂൾഫ് എന്നുള്ള ഈ ഒരു എപ്പിക് പോയം എന്ന് വിശ്വസിക്കുന്നു. അപ്പാർട്ട് ഫ്രം ബിയോവൂൾഫ് ദ വർക്ക്സ് ഓഫ് കാഡമം ആൻഡ് സിനവൂൾഫ് വർ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ സിനമൻ ആൻഡ് സിനവൂൾഫ്, കാഡമം അല്ല കേട്ടോ, സ്പെല്ലിങ് CAEDMON ആണ്. സിനമൻസ് പോയട്രി. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പോയട്രിയാണ് ബിയോവൂൾഫ് കഴിഞ്ഞാൽ പിന്നെ ഫേമസ് ആയിട്ട് പറയണത്. മീൻസ് ആ ഒരു കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഇവരുടെ രണ്ടുപേരുടെയും വർക്ക്സ് ആണെന്നാണ് പറയുന്നത്. ആംഗ്ലോ-സാക്സൺ പോയട്രി ഫ്ലറിഷ്ഡ് ഇൻ ദ നോർത്ത് ആൻഡ് പ്രോസ് ഡെവലപ്ഡ് ലേറ്റർ ഇൻ ദ സൗത്ത്. അപ്പോൾ ആംഗ്ലോ-സാക്സൺ പോയട്രി ഏറ്റവും കൂടുതൽ തഴച്ചു വളർന്നിട്ടുള്ളത് എവിടെയാണെന്നാണ് പറയണത്? നോർത്തേൺ സൈഡിലാണ്, ഇംഗ്ലണ്ടിൻ്റെ നോർത്തേൺ സൈഡിലാണ്. അതുപോലെ തന്നെ പ്രോസ് വർക്ക്സ് ഒക്കെ ഈ അങ്ങനെയുള്ളതൊക്കെ എന്താണ് സൗത്തിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. കിങ് ആൽഫ്രഡ് ഈസ് എ നോട്ട് വർത്തി റൈറ്റർ ഓഫ് ദിസ് ടൈം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു കിങ് ആൽഫ്രഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അദ്ദേഹം വെസ്റ്റ് സാക്സണിലെ കിങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ 871 തൊട്ട് 886 വരെ കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ റൂൾ ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. ദെൻ the next part, from the conquest to Chaucer. From the conquest to the 13th century, English had a great struggle to exist in the written form. അപ്പം എന്താ എഴുത്ത് രൂപത്തിൽ 13ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ റിട്ടൺ ഫോമിൽ ഇംഗ്ലീഷ് നിലനിൽക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. As a result, English for 150 years before William's landing showed little signs of life. അപ്പം എന്താ വില്യമിൻ്റെ ലാൻഡിങ്ങിന് മുന്നേ ഇംഗ്ലീഷിൻ്റെ ഒരു നിലനിന്നിരുന്നു എന്നുള്ളതിന് വളരെ ചുരുക്കം ചില അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. For another 150 years, it almost ceased to exist. പിന്നീട് ഒരു 150 വർഷത്തോളം അത് നിലനിന്നു എന്നാണ് പറയണത്. Its revival began in the reign of John. അപ്പോൾ അതിൻ്റെ ഒരു പുനരുജ്ജീവനം തുടങ്ങുന്നത് എന്ന് പറയുന്നത് ജോൺ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. In the meantime, English has gained much by the accumulation of fresh materials from various sources. പിന്നീട് പല സോഴ്സുകളിൽ നിന്നും ഫ്രഷ് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് അതിൻ്റെ ഇന്നത്തെ ഒരു എന്താ പറയുക ഈ രൂപത്തിലേക്ക് എത്തി എന്നൊക്കെ പറയാം നമുക്ക്. ദിസ് ക്യാൻ ബി സീൻ ഇൻ ദ പോം ബൈ ബ്രൂട്ട് ബൈ ലേമാൻ ഇൻ 1205. Layman's Brute is one of the first major texts written in Middle English dialect. Middle English dialectൽ എഴുതിയിട്ടുള്ള അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ബ്രൂട്ട് എന്ന് പറയുന്നത് ലേമാൻ്റെ. അതുപോലെ തന്നെ ദ പോം റൺസ് വിത്ത് 30,000 ലൈൻസ് കണ്ടെയ്നിങ് ദ ലെജൻഡറി ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ ബ്രിട്ടൻ. അപ്പം 30,000-ഓളം വരികളുള്ള ഒരു കവിതയാണിതെന്ന് പറയുന്നുണ്ട്. ബ്രിട്ടൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ ഇതിൽ പറയുന്നുണ്ട്. ലിറ്റിൽ ലേറ്റർ ദ ലിങ്കൺഷെയർ പ്രീസ്റ്റ് ഓം റോട്ട് ഓർമുലം. ഓർമുലം എന്ന് പറയുന്നത് 12ാമത്തെ സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു വർക്കാണ്. അപ്പം ഇത് എഴുതിയിട്ടുള്ളത് ഓഗസ്റ്റേനിയൻ ക്യാനൻ മീൻസ് ഒരു പ്രീസ്റ്റ് ആയിട്ടുള്ള ഓമാണ്. അത് 19,000 ലൈൻസിലാണ്, മിഡിൽ ഇംഗ്ലീഷ് വേഴ്സിലാണ് അത് എഴുതിയിട്ടുള്ളത്.